എല്ലാവരുടെയും അനുഗ്രഹവും സപ്പോർട്ടും വേണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ഗ്രാൻഡ് ഫിനാലെ സപ്പോർട്ടിന് പ്രാർത്ഥിച്ചാൽ മതി. എല്ലാവരും നല്ലൊരു എഞ്ചിനീയറിംഗ് കരിയറിന് വേണ്ടി അസ്നയെ എല്ലാവരും പ്രാർത്ഥിക്കണം, ആശംസിക്കണം. കോഴ്സിന് നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന കാണുമെന്ന് വിശ്വസിക്കുക. ഇപ്പൊ 3ാമത്തെ കോളേജാണ് അസ്ന. നമ്മുടെ ബാംഗ്ലൂർ ട്രിപ്പ് ഒക്കെ കഴിഞ്ഞ് വന്ന് നമ്മളിന്ന് എല്ലാവരും ഫ്രഷ് ഡേ സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. അച്ചുക്കുട്ടൻ പോയി, ഉമ്മി പോയി, വാപ്പി പോയി. അപ്പൊ എനിക്കിന്ന് ക്ലാസ്സിൽ പോകണം. എനിക്ക് നല്ല ജലദോഷം ഉണ്ട്. അതുകൊണ്ട് ഞാൻ വിക്സ് കൂടെ കൂട്ടിയിട്ടുണ്ട്. അതെ, 3-4 ദിവസമായിട്ട് ക്ലാസ് ഇല്ലാത്തത് കൊണ്ട്, ക്ലാസ്സിൽ പോവാത്തോണ്ട് ഇന്ന് എന്തായാലും പോയേ പറ്റുള്ളൂ. അപ്പൊ അസ്ന മോളുടെ ഫ്രഷസ്റ്റ് ഡേ ആണ് ഗൈസ് ഇന്ന്. അതെ ആണെന്നാണ് പറയുന്നത്. എന്റെ പേരന്റ് ആയിട്ട് വരുന്നത് ലിബ്രാസറാണ്. വാബിച്ചി സ്റ്റേജിൽ പ്രസംഗിക്കാൻ കയറും. അതുകൊണ്ട് അസ്നക്ക് പാരന്റ്സ് ഒന്നും കൂടെ ഇല്ലാത്തോണ്ട് അസറക്കാണ് സ്റ്റേജിൽ വാപ്പിച്ചിങ് കാണും, അസറക്കയും കാണും. അപ്പൊ നമുക്ക് അങ്ങോട്ട് പോവാം. 9:30 ആയിരുന്നു, ഇപ്പോൾ ഒരു 10:30 ആവുന്നതേ ഉള്ളൂ. നമ്മൾ നേരത്തെയാണ്, അതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് പോവാം. ഗൈസ് ഇതുണ്ട്, ഞാൻ ബാംഗ്ലൂരിൽ നിന്ന് മേടിച്ചതാ. എങ്ങനെയുണ്ട്? നമ്മൾ അതിന്റെ ഒരു വീഡിയോ ചെയ്യുന്നതായിരിക്കും. വേണോ വേണ്ടോ എന്ന് നിങ്ങൾ കമന്റ് ചെയ്യണം. അതായത് നമ്മൾ ബാംഗ്ലൂരിൽ നിന്ന് എന്തൊക്കെയാണ് ചീപ്പായിട്ട് മേടിച്ചതെന്നുള്ളതിന്റെ ഒരു ഹോൾ വീഡിയോ വേണമെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യുക. ചീപ്പ് വീഡിയോ കമോ ഗൈസ്. നാളെയാണ്, എല്ലാവർക്കും അറിയാലോ, തേഴ്സ്ഡേ ആണ് ഗൈസ്. കോഹ്ലിയുടെ റിലീസാണ്. ഞാനും അസുറും ആദ്യമായിട്ടാണ് ഗൈസ് ഒരു ഫാൻ ഷോ കാണാൻ പോകുന്നത്. ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ് ഗൈസ്. ഇടുന്നതായിരിക്കും. അപ്പോ ആരൊക്കെ കൂലിക്ക് ഓൾറെഡി പ്രീ ബുക്ക് ചെയ്തിട്ടുണ്ട് അവരൊക്കെ ഇവിടെ കമന്റ് ചെയ്യൂ. നിങ്ങളുടെ ഫീഡ്ബാക്ക് എല്ലാം നമ്മുടെ ഈ വീഡിയോയുടെ കമന്റ് ആയിട്ട് ഇടണം. അതായത് കൂലി നിങ്ങൾ എത്രത്തോളം എക്സൈറ്റഡ് ആയിട്ട് വെയിറ്റ് ചെയ്യാണെന്ന് നമ്മുടെ കമന്റ് ബോക്സിലൂടെ അറിയണം ഗൈസ്. ഞാൻ സൗബിനെയൊക്കെ കാണാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ് ഗൈസ്. എനിക്ക് ഭയങ്കരമായിട്ട് സൗബിന് അങ്ങനെ ഒരു ക്യാരക്ടറിൽ കാണാൻ എനിക്ക് തോന്നുന്നു ഭയങ്കര ഒരു ഗുണ്ട ലുക്കൊക്കെയാണ് കണ്ടിട്ട്. അപ്പൊ അങ്ങനെ എന്തെങ്കിലും കോളേജിൽ എങ്ങനെ പോകും? അപ്പൊ ഞാൻ വിചാരിച്ചിരിക്കുന്നത് നാളെ ഒരു 7:15 ആവുമ്പോ ഇറങ്ങാം. 7:30 ഷോ ബുക്ക് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഒരു 7:15 ആവുമ്പോ ഇറങ്ങിയിട്ട് എല്ലായിട്ട് ഇറങ്ങാന്ന് വിചാരിച്ചു. ഫുൾ ഡ്രസ്സപ്പ് ചെയ്ത് ലാപ്ടോപ്പ് ഒക്കെ ആയിട്ട് ഇറങ്ങിയിട്ട് സിനിമ കഴിഞ്ഞ് നേരെ ക്ലാസ്സിൽ പോവാന്ന് വിചാരിച്ചിരിക്കുന്നു. ഇല്ല, നാളെ എനിക്ക് 9 മണിക്ക് കോളേജിൽ പോകേണ്ടതുകൊണ്ട് 10:30 സിനിമ തീരത്തും. അച്ചുകുട്ടൻ ബുക്ക് ചെയ്തിട്ടുണ്ട് ഓൾറെഡി. അച്ചുക്ക് അവിടെ അവൻ ബുക്ക് ചെയ്തു ഓൾറെഡി. ഞാൻ മാത്രമേ ഉള്ളല്ലേ. സാരമില്ല, ഞാൻ എന്റെ കോളേജ് ഫ്രണ്ട്സ് ആയിട്ട് കാണാം. എത്ര കോളേജിലെ ഫ്രണ്ട്സ് ആയി? 3 കോളേജിലെ കോളേജിലെ ഫ്രണ്ട്സിനെ വെച്ചൊരു ഗ്രൂപ്പ് തുടങ്ങാനുള്ള ഫ്രണ്ട്സ് ഉണ്ട്. എല്ലാ കോളേജിലും പോയ കോളേജിലൊക്കെ കുറച്ച് ഫ്രണ്ട്സ് ഉണ്ട്. ഈ 3ാമത്തെ കോളേജിൽ കയറുമ്പോൾ നിനക്ക് എന്തെങ്കിലും ആഗ്രഹങ്ങളോ എന്തെങ്കിലും പറയാമല്ലോ? അങ്ങനെ പ്രത്യേകിച്ച് ആഗ്രഹമില്ല. 4 വർഷം പോകണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. വേറൊരു കോളേജിലോട്ട് പോകാൻ വാപ്പിച്ച് എന്തോ പറഞ്ഞത് എന്തൊക്കെയോ ഉണ്ട്. എനിക്ക് അറിഞ്ഞത് ഈ വാപ്പിച്ച് ഇങ്ങനെ ഓരോ കോളേജിന്റെ കാര്യമൊക്കെ പറയില്ലേ. നമ്മൾ എന്തായാലും ഇത് മാറത്തില്ല, ഇത് ഫിക്സഡ് ആയിരിക്കും. കാരണം ഇങ്ങനെ മാറിക്കളിക്കാൻ പറ്റത്തില്ലല്ലോ. അക്കാഡമിക് ഇയർ തുടങ്ങി കഴിഞ്ഞ സമയമില്ല. അപ്പം 4 വർഷം പഠിച്ച് നല്ലപോലെ സപ്ലൈ ഇല്ലാതെ പോകണമെന്നാണ് ആഗ്രഹം. പിന്നെ നല്ല ഫ്രണ്ട്സിനെ കിട്ടട്ടെ എന്ന് ആശംസിക്കുന്നു. ഞാൻ ആദ്യമേ കാണുന്ന ചാടി കയറി ബെസ്റ്റ് ഫ്രണ്ട് ആക്കരുത് കേട്ടോ. അപ്പൊ നമുക്ക് ഈ കോളേജിൽ പോയിട്ട് കാണാം. അങ്ങനെ ഫസ്നാത്താട് ഇൻസ്റ്റിറ്റ്യൂട്ട് എത്തിയിരിക്കുകയാണ്. നമ്മളിനി ഫസ്നാത്ത് ഇറക്കി വിടുകയാണ്. ഞാൻ പോവാണ് ഗൈസ്. നീണ്ട ഇടവേളക്ക് ശേഷം ഇന്ദുചൂടൻ മടങ്ങുകയാണ് ഗൈസ്. എന്റെ കോഴ്സ് നടക്കുന്ന സ്ഥലത്തേക്ക് എത്തിക്കഴിഞ്ഞു. അതെ, ഞാൻ ഇനി ഫ്രണ്ടിലാണ് പോകുന്നത്. ബൈ ഗൈസ്. ഗൈസ്, നല്ല മഴയുണ്ട്. അങ്ങനെ നമ്മൾ ഇത്തത്ത ഇറക്കി വിട്ടിട്ടുണ്ട്. നമ്മൾ നേരെ കോളേജിലോട്ട് പോവുകയാണ്. ഏത് കോളേജ്? ചാത്തന്നൂർ MES എഞ്ചിനീയറിംഗ് കോളേജ്. നമ്മൾ അവിടെ ചെല്ലുമ്പോ എന്തോ പരിപാടി? ഇപ്പൊ എനിക്ക് തോന്നുന്നു മറ്റേ ഫ്രഷേഴ്സ് ഡേ എന്നാണ് എന്റെ അടുത്ത് വാപ്പച്ചി പറഞ്ഞത്. പരിപാടി മറ്റേ ഡാൻസ് പരിപാടി അതൊക്കെ കാണോ? അതില്ലെന്ന് തോന്നുന്നു. അതാ ഞാനും ആലോചിച്ചു. പക്ഷെ വാപ്പച്ചി അങ്ങനെ പറയും. എനിക്ക് നീ തുടക്കം ഇങ്ങനെ പേരന്റ്സും സ്റ്റുഡൻസും എല്ലാം കൂടി ഇരുന്ന് ജസ്റ്റ് ആദ്യത്തെ ദിവസം ഏത് ക്ലാസ് ആണ് അതൊക്കെ പറഞ്ഞു തരാൻ വേണ്ടി. ഫ്രഷേഴ്സ് ഡേ എന്ന് പറഞ്ഞാൽ എന്തിനാണെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. അപ്പം മറ്റേ ഇങ്ങനെ സാറുമാരെല്ലാം ഇങ്ങനെ അതൊന്ന് പറഞ്ഞാലും നമ്മൾ പേരന്റ്സും സ്റ്റുഡൻസും ഒരുമിച്ചിരുന്നതെല്ലാം കേൾക്കുന്ന പരിപാടിയാണ്. എന്നിട്ട് നിങ്ങളെ വരിവരിയായിട്ട് ക്ലാസ്സിലേക്ക് കൊണ്ടുപോയി അതായത് ക്ലാസ് കാണിച്ചു തരത്തില്ല ഇവര്, ക്ലാസ് ഡിപ്പാർട്ട്മെന്റ് കാണിച്ചു തരും. എന്നിട്ട് കുറച്ചു നേരം പിള്ളേരായിട്ടിരുന്ന് പരിചയപ്പെടുമ്പോഴത്തേക്ക് ഓക്കെ ബൈ ബൈ പറഞ്ഞ് ഉച്ചയ്ക്ക് വരികയും ചെയ്യും. അപ്പൊ ഞാൻ ഉച്ച വരെ നിക്കണം അവിടെ.
ഗൈസ് ഇതാണ് ഏറ്റവും വലിയ ടാസ്ക്. എല്ലാം ഇതിനെ കൊണ്ടാക്കി ഞാൻ ഉച്ച വരെ അവിടെ നിൽക്കണം, ഇവിടെ വെയിറ്റ് ചെയ്ത് വായും തുറന്ന്. ഗൈസ് നമ്മൾ അങ്ങനെ നമ്മുടെ കോളേജ് എത്തിയിരിക്കുകയാണ്. നമ്മളിവിടെ പാർക്ക് ചെയ്തിട്ട് ഇറങ്ങാൻ പോവുകയാണ്. നമ്മൾ വരുന്ന വഴി നമ്മുടെ സീനിയേഴ്സ് ആണെന്ന് തോന്നുന്നു. കുറെ പേര് വെൽക്കം ചെയ്യാൻ വെൽക്കം ചെയ്യാൻ എനിക്ക് തോന്നുന്നു വണ്ടി അകത്ത് കയറ്റി ഇടാൻ പറ്റും, പക്ഷെ നമ്മൾ വീഡിയോ എടുക്കാൻ വേണ്ടി പുറത്തിട്ടേക്കാണ്. അപ്പൊ നമുക്കിനി ഇറങ്ങാം. ഓക്കെ, പേടിയുണ്ടോടി? കുഴപ്പമില്ല, നമ്മൾ 3 കോളേജിൽ പോയിട്ടുള്ളതുകൊണ്ട്. നമുക്ക് ചായയും പരിപ്പോടെ ഉണ്ടെന്ന് തോന്നുന്നു. നമുക്ക് ചായ കുടിക്കാം. വന്ന് കയറിയപ്പോ നമുക്ക് കേശുവിന്റെതും SFIയുടെതും തന്നിരിക്കുകയാണ്. നമ്മൾ വാപ്പി വിളിക്കുകയാണ്. നമ്മൾ കോട്ടയം ചോദിക്കാൻ. ഇവിടെ എല്ലാരും വന്ന് ഇരിക്കുന്നല്ലേ ഉള്ളൂ. അതെ, വാപ്പച്ചിയും വന്നില്ല. എന്നിട്ടാ നമ്മുടെ തരാൻ പറഞ്ഞു. വാപ്പച്ചി വരാൻ ഇവര് വെയിറ്റ് ചെയ്യണോ ഇത്രയും പേര്? വാപ്പേരിങ്ങനെ എണ്ണീക്കണോ അല്ലേ? വാപ്പച്ചി ഇപ്പൊ വന്നതേ ഉള്ളു. പേരൻസ് ഒക്കെ നിൽക്കുന്നുണ്ടോ? പ്രൗഡ് മൊമെന്റ്സ്. നമ്മളെ കണ്ടിട്ടില്ല വാപ്പച്ചി. നേരെ അങ്ങോട്ട് നടന്നുപോയി. നമുക്കെന്നാലും പോയി അകത്ത് വരും. 9 സമയം 10 ഇവിടെ പൂച്ചക്കുഞ്ഞുങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഞങ്ങളുടെ കോളേജിനെ പറ്റി പറഞ്ഞിട്ടുണ്ട്. സോറി